ഹലോ പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് കിതാബു തജ്വീദിലെ രണ്ടാമത്തെ പാഠം ഇൽമു തജ്വീദ്. എന്താണ് ഇൽമു തജ്വീദ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. അപ്പൊ നമുക്ക് പാഠത്തിന്റെ തജ്വീദ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് എന്താണ്? തജ്വീദ് എന്നാൽ എന്ത് എന്നാണ്. നമുക്ക് ആൻസർ എഴുതിയാലോ? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഇൽമു തജ്വീദ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. മൂന്നാമത്തെ ചോദ്യം, പാരായണത്തിൽ നിയമം പാലിക്കുന്നതിന്റെ വിധി എന്ത്? പാരായണത്തിൽ നിയമം പാലിക്കുന്നതിന്റെ വിധി ഫർള് ഐനാണ്. ഫർള് ഐനാണ്. നാലാമത്തെ ചോദ്യം, ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്നറിയിക്കുന്ന ആയത്ത് ഏതാണ്? ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഫഇദാ ഖറഇനാഹു ഫത്തബിഅ ഖുർആനഹു എന്നാണ്. അപ്പോൾ അതാണ് അതിൽ ഖുർആൻ ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ ഓതണം എന്നറിയിക്കുന്ന ആയത്ത്. എന്തായിരുന്നു അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാലോ? നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നതുപോലെ ഓതാനുള്ള കൽപ്പനയായിരുന്നു അത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെയാണോ ഖുർആൻ ഓതി തന്നത് അതുപോലെ തന്നെ ഖുർആൻ ഓതണം എന്നത് നമുക്ക് അതിന് മനസ്സിലാക്കാം. ഉസ്താദുമാരിൽ നിന്ന് തന്നെ ഖുർആൻ ഓതി പഠിക്കണം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഖുർആൻ ശപിക്കും ആരെയാണ് ഖുർആൻ ശപിക്കുന്നത്? നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആൻ ശപിക്കും. ഇനി നമുക്കിവിടെ യോജിപ്പിച്ചു കൊടുക്കാനാണ്. യോജിപ്പിക്കാനുള്ളത് ഒന്നാമത്തത് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം നമ്മൾ പാഠഭാഗത്തിൽ ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. അപ്പൊ നമുക്ക് അതിന്റെ ശ്രേഷ്ഠമായ ഇബാദത്തിലേക്ക് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. പിന്നെ രണ്ടാമത്തത് നിയമങ്ങൾ പാലിച്ച് ഓതൽ. നിയമങ്ങൾ പാലിച്ച് ഓതൽ എന്താണ്? അത് ഫർള് ഐനാണ്. ഖുർആൻ പാരായണത്തിൽ നിയമങ്ങൾ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫർള് ഐന് എന്നതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. അടുത്ത മൂന്നാമത്തത് ഖുർആൻ ഓതൽ. ഖുർആൻ ഓതൽ എന്താണ്? സുന്നത്തും മുത്തബഅ്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅത്തുൻ. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅത്തുൻ എന്നാണ്. അപ്പോൾ ഖുർആൻ ഓതൽ സുന്നത്ത് മുത്തബഅ്, സുന്നത്തും മുത്തബഅത്ത് എന്നതിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതാ നാലാമത്തത്, ഒരക്ഷരത്തിന് 10 നന്മ ചെയ്ത പ്രതിഫലം. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ ചെയ്യുന്ന പ്രതിഫലമുണ്ട്. 10 നന്മ ചെയ്യുന്നവർ 10 നന്മ എന്നതിലേക്ക് നമുക്ക് അവിടെ മാച്ച് ചെയ്തെടുക്കാം. അടുത്തത് അഞ്ചാമത്തത്, പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം എന്നതിലേക്ക് മാച്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞു എന്താണ്? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. അത് അതിന് നേരെ മാച്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൽമു തജ്വീദ് എന്ന പാഠത്തിന്റെ തദ്രിബാത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഇനി അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ പഠിച്ചതൊക്കെ അനുസരിച്ച് നമുക്ക് ഖുർആൻ ഓതാനും തജ്വീദ് നിയമങ്ങളൊക്കെ പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.